Hi, hello and assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നൊരു അടിപൊളി മീൻ ബിരിയാണിയും മീൻ ഗ്രില്ല് ചെയ്തതുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐക്കോറമീനാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഐക്കോറമീനും ഉമ്മ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബിരിയാണിയും ഗ്രില്ല് ചെയ്തതും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉമ്മ നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻ ബിരിയാണി ഞങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇട്ടിരുന്നത്. ഞങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി ഉള്ളത്. അപ്പോൾ അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ മീനൊന്നും മസാല തേച്ച് വെക്കാം. പൊരിക്കാനുള്ള മീനാണ് കേട്ടോ മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ്, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊരു മസാല പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്കിത് ഓരോ മീനിലും പുരട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യുന്നതൊരു വെറൈറ്റി രീതിയിലാണ്, ഒരു പച്ച മസാലയിലാണ് ഉണ്ടാക്കുന്നത്. ഈ മസാലയ്ക്ക് വനസുന്ദരി, കാനനസുന്ദരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയിലാണ് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യണത്. മല്ലിച്ചപ്പ്, പച്ചക്കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, നാരങ്ങാനീര്, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫിഷ് നമ്മൾ സിലോപ്പി മീനാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് മീനിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പം മല്ലിയില കുറച്ച് അധികം എടുക്കുക, പച്ചക്കുരുമുളക് അധികം എടുക്കുക. പച്ചക്കുരുമുളകിൻ്റെയും എരിവ് മാത്രമാണ് ഇതിനുള്ളത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല. ഇത് ഷേബ്ഖാൻ്റെ മസാല കേട്ടോ, ഷേബ്ഖ പറഞ്ഞു തന്നിട്ടുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ മീൻ പൊരിച്ചിട്ടുണ്ട്. മീൻ നന്നായിട്ട് മുരിയണ്ട, നന്നായിട്ട് വേവണം കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് ഓവനിലാണ്. അപ്പോൾ ഓവനിൽ 230 ഡിഗ്രിയിൽ നമ്മൾ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഈ ഒരു മോഡിൽ വെച്ചിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അടുപ്പത്ത് കഴിഞ്ഞ് നമ്മുടെ മീനിലുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും വെല്ലുള്ളിയും നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഓവനിലേക്കുള്ള നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ മീനിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സാധാ മസാല തയ്യാറാക്കും പോലത്തെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഫിഷ് മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുംജീരകം അങ്ങനെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2 പിടിയോളം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്.
നമുക്ക് നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള മീനൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. മീനിട്ട് വല്ലാണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട, മീൻ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോവും. അപ്പോൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം ആയും കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രിൽഡ് ഫിഷ് അവിടെ കിടക്കുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ ഊറ്റി വെച്ചതായിരുന്നു. സാധാരണ നമ്മൾ ചോറ് ഊറ്റി വെക്കുമല്ലോ, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചോറ് അങ്ങോട്ട് ഊറ്റിയെടുത്തതാണ്. ഈ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചോറിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ്. നമുക്ക് ബിസ്ത തയ്യാറാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളത് ദം ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. സിമ്മിലിട്ടിട്ട് മുകളിൽ നല്ലൊരു പാത്രം വെച്ച് കൊടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു, മുരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രില്ലറിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുറക്കും മുരിഞ്ഞു വന്നു, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഇളക്കി കൊടുക്കുന്നുണ്ട്. ബിരിയാണി കഴിക്കാനുള്ള സമയമായപ്പോൾ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസാല ഇല്ലാതെ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം, കാരണം കുട്ടികൾക്കൊന്നും മസാല കൊടുക്കുന്ന കഴിക്കാനായിട്ട് പറ്റില്ല, കുറച്ച് സ്പൈസി ആണല്ലോ, അത് കാരണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മുകളിലായിട്ട് കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.